ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡോപ്പ കരിയർ പാത്ത്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആസ്ട്രോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ടായിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ടാണ്. സോ റോബോട്ടിക് എഞ്ചിനീയർ നിങ്ങൾക്ക് അറിയാം, എമേർജിംഗ് എഞ്ചിനീയറിംഗ് ആണ്. എമേർജിംഗ് അല്ല, കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ബേസിക്കലി റോബോട്ടിന്റെ ഡിസൈനിങ്, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ബിൽഡിംഗ്, ഇതെല്ലാമാണ് നമ്മൾ റോബോട്ടിക് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ടാവുക. റോബോട്ടിക് എഞ്ചിനീയറിംഗ് നമ്മൾ പെർസ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് എടുക്കണം. സയൻസിൽ നമ്മൾ JEE മെയിൻസ് ക്രാക്ക് ചെയ്യണം. ആൻഡ് നിങ്ങളൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് റോബോട്ടിക് എഞ്ചിനീയറിംഗ് IIT ഖരഗ്പൂരിൽ, IIT ഡൽഹിയിലൊക്കെ അവൈലബിൾ ആണ്. സോ JEE അഡ്വാൻസും കൂടി നമ്മൾ ക്രാക്ക് ചെയ്യണം. ആൻഡ് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോബോട്ടിക് എഞ്ചിനീയറിംഗിലാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളതിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൈഡ് ഉണ്ടായിരിക്കും, റോബോട്ടിനെ ഡിസൈൻ ചെയ്യുന്ന സൈഡ്, പിന്നെ അതിൻ്റെ ഇലക്ട്രോണിക് സൈഡ് ഉണ്ടായിരിക്കും. സോ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ് വേണം. ലാംഗ്വേജ് ഉണ്ട്, ലേണിംഗ് ലാംഗ്വേജ്. സോ മെഷീൻ ലാംഗ്വേജസ് വരുമ്പം നമുക്ക് ഒബ്വിയസ്ലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോ അങ്ങനെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്ക്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇതിൻ്റെ എല്ലാം കൂടിയും ഒരു കോംപ്ലക്സിറ്റിയാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ടാവുക. സോ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട. എമേർജിംഗ് ആയിട്ടുള്ള AI ടെക്നോളജി വെച്ചിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ദ ഫ്യൂച്ചർ എന്ന് ഡെഫിനറ്റ്ലി പറയാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമും കൂടിയാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്. സോ റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.